VFAയുടെ സിലബസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ഓവറോൾ നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ചരിത്രത്തിന് വരുന്നത് 5 മാർക്കാണ്. ഭൂമിശാസ്ത്രത്തിന് 5 മാർക്ക്. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആനുകാലിക വിഷയത്തിന് 20 മാർക്കുണ്ട്. പിന്നെ അതിനുശേഷം ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ നമുക്ക് മാത്സ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ്. നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സിൽ ഇപ്പൊ PSCയുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഈ ഒരു മലയാളം, ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സ് ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫിക്സ്ഡാ. അതിന്ന് തന്നെ ചോദിക്കുകയുള്ളൂ. കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മാർക്ക് വാങ്ങാൻ പറ്റിയത് ഈ ഒരു 30 മാർക്ക്. അപ്പൊ അതുകൊണ്ട് ഈ 30 മാർക്ക് എന്തായാലും എല്ലാ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പൊ അത് 30 മിനിറ്റ് ആണെങ്കിൽ പോലും ഈ ഓരോ സബ്ജക്റ്റിനും 30 മിനിറ്റ് നമ്മൾ എന്തായാലും എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. പിന്നെ ഇതില് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം. ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിലൊക്കെ നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി LGS ലെവൽ ആകട്ടെ, 10th പ്രിലിംസ് ആകട്ടെ, ഇതിനൊക്കെ കുറെ പഠിച്ച് നമുക്ക് നല്ലായിട്ട് അറിയാവുന്ന ഭാഗമായിരിക്കും. ഈ ഡിസീസസിനെ കുറിച്ചിട്ടും, അതുപോലെ വൈറ്റമിൻസിന് അങ്ങനെയുള്ള കുറെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ ജീവശാസ്ത്രം, പൊതുവരവ്, മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടുള്ള അപ്പൊ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത് ഫോക്കസ് ചെയ്യണം. പിന്നെ ഇന്ത്യൻ ഭരണഘടനയും ഓൾമോസ്റ്റ് ഈ ഒരു PSC പരീക്ഷ കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഏകദേശം ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ടോപ്പിക്കാണ്. അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിലെ 5 മാർക്ക് നമുക്ക് മാർക്ക് നേടാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു അടുത്ത 10th പ്രിലിംസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒരു ഡിഫറന്റ് ആയിട്ട് ചോദിച്ചത്. നമ്മൾ സാധാരണ 10th വരെയുള്ള SCERT പുസ്തകത്തിൽ നിന്നൊക്കെയാണ് ചോദിക്കേണ്ടത്. പക്ഷെ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ പ്രിലിംസ് നോക്കുവാണെങ്കിൽ +1, +2ന്റെ ജിയോഗ്രഫിയുടെ ടെക്സ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെടുക്കണം? ജസ്റ്റ് +1, +2ന്റെ ടെക്സ്റ്റ് കൂടി ഈ SCERTയുടെ കൂടെ വായിക്കാൻ ശ്രമിക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു അറിവില്ലാത്തതാ. അപ്പം ക്വസ്റ്റ്യൻസ് 10th പ്രിലിംസിന്റെ നോക്കുവാണെങ്കിൽ ചില ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ SCERTയുടെ കൂടെ തന്നെ ഇപ്പം NCERTക്കും കൂടെ ഒരു പ്രിഫറൻസ് കൊടുക്കണം. അപ്പം NCERT കുറച്ചുകൂടി വായിക്കാനും മനസ്സിലാകാനും പാടായിരിക്കും. അപ്പൊ എന്തെടുക്കുക? ഒരു ദിവസം ഒരു ചാപ്റ്ററിന്റെ പകുതിയെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഓവറോൾ ഒന്ന് നോക്കാം. ഇപ്പം കേരള ചരിത്രത്തിൽ നിന്ന് നോക്കാനാണെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ്, പിന്നെ സംഭാവന, മാർത്താണ്ഡവർമ്മ, പിന്നെ അതുപോലെ തന്നെ കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനം, പിന്നെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക ചരിത്രം, ഇങ്ങനെ കുറെ ടോപ്പിക്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമുക്ക് കുറെയൊക്കെ അറിയാം. യൂറോപ്യന്മാരുടെ വരവും പിന്നെ അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളും അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ LGSനൊക്കെ വേണ്ടി പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇത് അല്ലാതെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ ഇതുപോലുള്ള ആളുകളുടെയൊക്കെ ഭരണ സംവിധാനങ്ങളും, അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഓരോ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ പഠിക്കണം. അപ്പൊ അത് തന്നെ നമുക്ക് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്താൽ റിപ്പീറ്റിംഗ് ആയിട്ട് അവർ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ സാഹിത്യ സ്രോതസ്സുകള്, 1956 ശേഷമുള്ള ചരിത്രം. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി അതിനുശേഷം ഇന്ത്യൻ ചരിത്രമാണെങ്കിൽ ഇതിൽ ആദ്യത്തെ പോർഷൻസ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. INC, പിന്നെ ബ്രിട്ടീഷിന്റെ ആധിപത്യം, അതുപോലുള്ള ടോപ്പിക്സ് ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇതിൽ പുതിയതായിട്ട് കുറച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വർത്തമാന പത്രങ്ങള്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യം, കല ഇതൊക്കെ നമ്മൾ LGS ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. അപ്പം അതും പിന്നെ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം ഇതൊക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി പഠിക്കുക. ഇനി അതിനുശേഷം വേൾഡ് ഹിസ്റ്ററി നമുക്ക് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നമുക്ക് ഓരോ റെവല്യൂഷൻസ് ഉണ്ട് അത് പഠിക്കുക. പിന്നെ UNO പോലുള്ള അധികം കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതേപോലുള്ള ഓർഗനൈസേഷൻസും അതിന്റെ കാര്യങ്ങളും പിന്നെ വേൾഡ് വാറിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലോക ചരിത്രം പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഭൂമിശാസ്ത്രമാണ്. അപ്പൊ ഭൂമിശാസ്ത്രത്തിൽ നോക്കാൻ നേരത്ത് അതില് 5 മാർക്കാണ് നമുക്ക് വരുന്നത്. അപ്പം അതില് ഈ ഒരു ടോപ്പിക്കിലുള്ള ആദ്യത്തെ കുറച്ച് ഭാഗം, അതായത് ഈ വേൾഡ് ഹിസ്റ്ററി വരുന്ന കുറച്ച് പോർഷൻസ് കുറച്ച് പാടായിരിക്കും. നമ്മള് അധികം പഠിക്കാത്ത ഒരു മേഖലയാണ് ഈ ഭൂമിശാസ്ത്രത്തിൽ തന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന കുറച്ച് പോർഷൻസ്. അത് നിങ്ങക്ക് അതിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഇനിയിപ്പം സമയം കുറവാണെങ്കില് ഇതില് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പൊ ഋതുക്കള്, പിന്നെ അതുപോലെ തന്നെ പാറകള്, പിന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഘടനകളില്ലേ സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഒരുമിച്ച് പഠിക്കാൻ പാടുള്ള ഒരാളാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം നമുക്ക് ഈ ഒരു ജോഗ്രഫിന്ന് ആകെ ഉള്ളത് 5 മാർക്കാണ്. അപ്പൊ അത് നമ്മള് ഇത് മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾ മെയിൻ ടോപ്പിക്സ് മാത്രം നോക്കി പോവാം. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറെ ടോപ്പിക്സ് LGSനൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ ഈ ഫസ്റ്റ് പോർഷൻസ് ഒക്കെ ഈ 9th SRT ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക.
പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ നമ്മൾ LGC പഠിച്ചതാണ് 10th പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പം ആ ടോപ്പിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ കൃഷി, പിന്നെ ജലസ്രോതസ്സുകൾ, റോഡ്, ഗതാഗതം, പിന്നെ റെയിൽ, വ്യോമ ഗതാഗതം ഇതൊക്കെ ഫോക്കസ് ചെയ്യുക. എക്കണോമിക്സിന്റെ ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ എക്കണോമിക്സ് ആകെ ഇത്രയും ടോപ്പിക്കേ ഉള്ളൂ. ഇതിൽ തന്നെ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് ഈ പഞ്ചവത്സര പദ്ധതികളും പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളും ഒക്കെ. അപ്പം ഈ എക്കണോമിക്സിന്റെ ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് ഒരു ടോപ്പിക്കെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ 5 മാർക്കും കിട്ടാവുന്നേ ഉള്ളൂ. കാരണം എക്കണോമിക്സിന്റെ ടോപ്പിക്സ് നമ്മൾ അത്രയും പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. കൂടുതലും PSC പഠിക്കുന്നവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ടൈപ്പ് ടോപ്പിക്സ് ആയിരിക്കും എക്കണോമിക്സിൽ വരുന്നത്. ഇനി അതിനുശേഷം ഭരണഘടന. ഭരണഘടനയുടെയും ടോപ്പിക്സ് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഘടകങ്ങള്, ഭേദഗതികള്, അതുപോലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ടോപ്പിക്കിന്റെ ഒരു പോർഷൻ എങ്കിലും കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് മടുപ്പും തോന്നില്ല. എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്ത് പോവുകയും ചെയ്യാം. ഇനി അതിനുശേഷം ഈ കേരളം ഭരണം, ഭരണ സംവിധാനം ഇതൊരു പുതിയ ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പം ഇതിലും നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സംഭവങ്ങളുണ്ട്. കേരള സിവിൽ സർവീസ്, പിന്നെ അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻസ്, പിന്നെ തണ്ണീർത്തടം, പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഇതൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഗ്രാമീണ തൊഴിൽ പദ്ധതികള്, പിന്നെ ഈ സ്ത്രീകള്, കുട്ടികള് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിലും ചോദിക്കും. ഈ കേരളം ഭരണ സംവിധാനം പാർട്ടിലും ചോദിക്കാറുണ്ട്. അപ്പൊ അതും ഒന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം. ഈ 6 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിൽ ഈ രോഗങ്ങളും രോഗകാരികളും, ജീവിതശൈലി രോഗങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഈ ആരോഗ്യക്ഷേമ പദ്ധതികള് ഇതൊക്കെ പഠിക്കുവാണെങ്കിൽ തന്നെ കുറെ മാർക്ക് കിട്ടും. ഇനി അതിനുശേഷം ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ 3 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോഴും നിങ്ങൾ മെയിൻ ആയിട്ട് ഫിസിക്സ് ഒക്കെ ചിലപ്പോഴും മാത്രമേ പ്രോബ്ലംസ് ഒക്കെ ഈ ലെൻസിന്റെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ മോഷൻ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന അങ്ങനെ സ്പീഡിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ചെറിയ ചെറിയ ടോപ്പിക്സ് പഠിക്കുക. അപ്പം ഇതിലിപ്പോ ഒരു 5 മെയിൻ ടോപ്പിക്സ് ആണ്. 5 8 മെയിൻ ടോപ്പിക്സ് ആണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം ഇതിന്റെ ഒരു 2 ദിവസം കൂടി ഒരു ടോപ്പിക് കവർ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകളൊക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് ആ ഒരു ടോപ്പിക് കവർ ചെയ്യുക. അങ്ങനെ ഓരോ ടോപ്പിക്സ് നമുക്ക് ഇവിടെ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുറെ തോന്നുന്നതേ ഉള്ളൂ. ശരിക്കും ഈ പ്രകാശം എന്നൊക്കെ പറയുന്നത് നമുക്ക് വൺ ഡേ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ ടോപ്പിക്സ്. അതൊന്നും വിട്ട് കളയരുത്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. കാരണം നമ്മുടെ സിലബസിൽ അതൊരു കൺസൈസ് ആയിട്ട് അവർ കുറച്ച് ടോപ്പിക്സ് തന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി അതിനുശേഷം കെമിസ്ട്രി ആണെങ്കിലും നമ്മുടെ ഈ ലോഹങ്ങള്, അലോഹങ്ങള്, മൂലകങ്ങള്, ആറ്റം ഇത് ഭയങ്കര സിമ്പിൾ ടോപ്പിക്സാ. ഈ 3 മാർക്ക് എന്തായാലും എല്ലാവർക്കും വാങ്ങാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ 10th പ്രിലിംസ് ഒക്കെ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് VFAയ്ക്കും 10th പ്രിലിംസിനും ഉപകരിക്കും. ഇനി അതിനുശേഷം കല, കായികം, സാഹിത്യം. അപ്പം ഇതിൽ 5 മാർക്കുണ്ട്. പക്ഷെ ഇതിൽ ഇത്രയും ടോപ്പിക്സ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള കുറെ ടോപ്പിക്സ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ യൂട്യൂബിൽ മാരത്തോൺസ് ഒക്കെ കാണും. അപ്പൊ മാരത്തോൺസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ ഇതിൽ ഓരോ ടോപ്പിക്കും ഇരുന്ന് പഠിക്കാൻ നടന്നാൽ ഇനി നമുക്ക് സമയമില്ല. അതുമല്ല അങ്ങനെ അത്രയും പഠിച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പാടാണ്. കലാസാഹിത്യം, സംസ്കാരം ഒക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ലൈവും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഓവറോൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഈ സ്പോർട്സും ആർട്സും ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് പോവുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതിനുശേഷം കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ നമ്മൾ കളയരുത്. കാരണം ഈ 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. എപ്പോഴും കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി അതിനുശേഷം സുപ്രധാന നിയമങ്ങൾ. ഈ സുപ്രധാന നിയമങ്ങൾ നിങ്ങൾ എന്തായാലും PSC പഠിക്കുന്ന ഒരാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം പഠിക്കുവാണെങ്കിൽ, LDC പഠിക്കുവാണെങ്കിലും, BFA പഠിക്കുവാണെങ്കിലും എന്ത് പഠിച്ചാലും ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കമ്മീഷൻസിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആക്ടുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓരോ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ വന്നത്, അതിന്റെ ഭേദഗതികള്, പിന്നെ അതിലുള്ള ഓരോ വകുപ്പുകള്, അതിന്റെ ഡെഫിനിഷൻസ് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്, അതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇനി അതിനുശേഷം ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. അപ്പം ആനുകാലികം പഠിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ആനുകാലിക വിഷയങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് ടോപ്പിക്സ് പഠിക്കാൻ നോക്കുക. അല്ലാതെ ലാസ്റ്റ് എക്സാമിന്റെ തലേന്ന് കുറെ ആനുകാലികം എല്ലാം കൂടെ പഠിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് ഓരോ ദിവസവും ഒരു 20 മിനിറ്റ്സ് ആണെങ്കിൽ 20 മിനിറ്റ്സ് ആനുകാലിക വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ അങ്ങനെ പഠിച്ചു വരിക. ഇനി അതിനുശേഷം മാത്സിൽ 5 മാർക്കുണ്ട്. പിന്നെ മാനസിക ശേഷി 5 മാർക്ക്. ഇനി അതിനുശേഷം ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം. അപ്പം ഇതിൽ തന്നെ മാത്സ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒത്തിരി ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പം മാത്സിന്റെ ഒക്കെ ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുത്താൽ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ VFAക്ക് ചോദിക്കുന്ന അത്ര ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് മാത്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഒരു 10ൽ നമ്മൾ ഒരു 8 മാർക്കെങ്കിലും എന്തായാലും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന മാർക്ക്.
ഇനി അതിനുശേഷം ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, അതും പി-വൈ-ക്യൂസ് ഒക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇത് 10 മാർക്കാണ് മലയാളത്തിനൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇത്രയും ടോപ്പിക്ക് പഠിക്കുവാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ചോദിക്കത്തുള്ളൂ. അപ്പൊ കൂടുതലും നിങ്ങൾ പി-വൈ-ക്യൂസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്. അപ്പൊ ഇതിന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. മിനിമം ഒരു 60 ദിവസമെങ്കിലും അവൈലബിൾ ആണ്. അപ്പം കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പം ഈ ഒരു സിലബസ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് എന്റെ സ്ട്രോങ് പോയിന്റ്സ്, എന്താണ് എന്റെ വീക്ക് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ സിലബസിൽ ചിലർക്ക് ചരിത്രം എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ജോഗ്രഫി എളുപ്പമായിരിക്കും, ചിലർക്ക് എക്കണോമിക്സ് പാടായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കിന്റെ ബേസിസിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് കുറെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അതുപോലെ നമ്മൾ മാർക്കിനനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏത് ടോപ്പിക് ആണോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ 1-4-7 റൂൾ അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം പഠിക്കുന്നു, ദെൻ 4-മത്തെ ദിവസം നമ്മൾ പിന്നെ അത് പഠിക്കുന്നു, ദെൻ 7th ഡേ നമ്മൾ ഒന്നുകൂടി അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അത് പെർമനന്റ് മെമ്മറിയിലേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ അത് ഓർമ്മ വെക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫാക്റ്റിനെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും സോൾവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഒന്നും അറിയാതെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും എല്ലാ ദിവസവും ഒരു പി-വൈ-ക്യൂ എങ്കിലും സോൾവ് ചെയ്യുക. ഇനി നിങ്ങൾ പഠിപ്പിക്കുന്ന ഇപ്പൊ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പി-വൈ-ക്യൂസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂട്യൂബിൽ ഈ മാരത്തോൺ സെഷൻസ് അല്ലെങ്കിൽ ഓരോ പി-വൈ-ക്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുമല്ലോ, അതൊക്കെ കണ്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വായിച്ച് പഠിച്ച് മടുക്കുവാണെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറച്ചൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.